പുതിയ ശാസ്ത്രീയ ഗവേഷണങ്ങൾ ദൈവാസ്തിത്വത്തെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഇത് എത്രത്തോളം ശരിയാണ്? യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായൊരു പഠനവും ദൈവത്തിൻ്റെ സൃഷ്ടാവിൻ്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നില്ല, നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ശാസ്ത്രീയമായ പഠനങ്ങളുടെ വെളിച്ചത്തിൽ സൃഷ്ടാവിനെ നിഷേധിക്കുന്നതിന് വേണ്ടിയുള്ള തത്രപ്പാടുകൾ, അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടന്നു പോന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സർ ഐസക് ന്യൂട്ടൺ ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ് എന്ന് പഠിക്കാൻ വേണ്ടി, പ്രാപഞ്ചിക ബലങ്ങളുടെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ് എന്ന് പഠിക്കാൻ വേണ്ടി, ഈ ഗോളങ്ങളും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമെല്ലാം നിലനിൽക്കുന്നത് എങ്ങനെയാണ് എന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഗുരുത്വാകർഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവയെല്ലാം നിലനിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും ചലന നിയമങ്ങൾ, ന്യൂട്ടന്റെ പ്രസിദ്ധമായ 3 ചലന നിയമങ്ങൾ അദ്ദേഹം ആവിഷ്കരിച്ച് ലോകത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ന്യൂട്ടൺ അവതരിപ്പിച്ച ചലന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രപഞ്ചം ഒരു യന്ത്രമാണ് എന്ന സങ്കല്പത്തിലാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചയന്ത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എന്നും ഇനിയൊരു സൃഷ്ടാവിനെ സങ്കല്പിക്കേണ്ട കാര്യം തന്നെയില്ല എന്നും പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. പക്ഷേ ന്യൂട്ടൺ തികഞ്ഞ ഒരു ദൈവവിശ്വാസിയായിരുന്നു. അദ്ദേഹം സൃഷ്ടാവിനെ അംഗീകരിക്കുകയും സൃഷ്ടാവിനെ മനസ്സിലാക്കുകയും ചെയ്തിരുന്നയാളായിരുന്നു. ഇത് മാത്രമല്ല, ന്യൂട്ടൺ ദൈവവിശ്വാസിയാണോ അല്ലേ എന്നതിനേക്കാൾ അധികം ഈ പ്രപഞ്ചത്തെ ഒരു യന്ത്രമായി സങ്കല്പിക്കുമ്പോഴും ആ പ്രപഞ്ചയന്ത്രത്തിന് മുന്നോട്ടു പോകുവാൻ ആവശ്യമായ ഊർജം പ്രദാനം ചെയ്യുന്ന, ആ പ്രപഞ്ചയന്ത്രത്തെ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്ന, ആ പ്രപഞ്ചയന്ത്രത്തിൻ്റെ തുടക്കക്കാരനായ ഒരാളെക്കുറിച്ച് അറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത് അനിവാര്യമായിരുന്നു. പക്ഷേ അങ്ങോട്ട് ശ്രദ്ധിക്കുവാൻ ശാസ്ത്രത്തെ പിടിച്ചുകൊണ്ട് ദൈവത്തെ നിഷേധിക്കാൻ ശ്രമിക്കുന്നവർ ശ്രദ്ധിക്കാറില്ല, മനസ്സിലാക്കാറില്ല, തിരിഞ്ഞു നോക്കാറില്ല. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ശേഷം ന്യൂട്ടന്റെ സിദ്ധാന്തങ്ങളെ തിരുത്തിക്കൊണ്ട് കുറച്ചുകൂടി വിശാലമായ ഭൂമികയിൽ പ്രപഞ്ചത്തെ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ സ്ഥലകാല സാതത്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രപഞ്ച സങ്കല്പം മുന്നോട്ട് വെച്ചപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റൈൻ അദ്ദേഹം പൊതു ആപേക്ഷികത സിദ്ധാന്തത്തിലൂടെ മുന്നോട്ട് വെച്ച ആശയം ഈ പ്രപഞ്ചത്തെ പഠിക്കണമെങ്കിൽ പോലും, മനസ്സിലാക്കണമെങ്കിൽ പോലും പ്രപഞ്ചത്തിന് പുറത്തേക്ക് പോകണമെന്ന ആശയമാണ്. പ്രപഞ്ചത്തിന് പുറത്തുള്ള ഒരാൾക്ക് മാത്രമേ പ്രപഞ്ചത്തെ പൂർണ്ണമായി അറിയാൻ കഴിയൂ എങ്കിൽ മതം പറയുന്നത് പോലെ, ഇസ്ലാം പറയുന്നത് പോലെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ, പ്രപഞ്ചത്തിന് പുറത്തുള്ളവനായ, പദാർത്ഥത്തിന് അതീതനായ സൃഷ്ടികർത്താവായ തമ്പുരാൻ അവൻ തന്നെയാണ് ഈ പ്രപഞ്ചത്തെ പടച്ച് പരിപാലിച്ചു പോരുന്നത് എന്നുള്ള വസ്തുതയിലേക്ക് തന്നെയാണ് ഐൻസ്റ്റൈൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തം വെളിച്ചം വീശുന്നത്. അങ്ങോട്ടൊന്നും പോകേണ്ടതില്ല. നമുക്ക് ചുറ്റും ഉള്ള ചെറിയ ജീവികളെ മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കുക. ഉദാഹരണത്തിന് നമ്മളെല്ലാം പലപ്പോഴും അശ്രദ്ധമായി ചവിട്ടിപ്പോകാറുള്ള ഉറുമ്പുകൾ, ആ ഉറുമ്പുകൾ എങ്ങനെയാണ് വഴി കണ്ടെത്തുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ഉറുമ്പ് അത് ഭക്ഷണം കണ്ടെത്തിക്കഴിഞ്ഞാൽ ഉറുമ്പ് തിരിച്ചു വന്ന് മറ്റുറുമ്പുകൾക്ക് വിവരം നൽകുന്നത് ഫെറോമോണുകൾ എന്നറിയപ്പെടുന്ന രാസസന്ദേശങ്ങൾ വഴിയാണ്. ആ ഫെറോമോണുകൾ എന്ന രാസസന്ദേശം ലഭിച്ചു കഴിഞ്ഞാൽ ഉറുമ്പുകൾ ബാക്കി ഉറുമ്പുകൾക്ക് എവിടെയാണ് ഭക്ഷണമുള്ളത് എന്ന് മനസ്സിലാക്കുകയും അവിടേക്ക് വരിയായി നീങ്ങുകയും ചെയ്യുന്നു. ഇതും ആ വരി നിലനിർത്തുന്നത്, ആ ഗ്രൂപ്പ് നിലനിർത്തുന്നതെല്ലാം ഫെറോമോൺ രാസസന്ദേശം വഴിയാണ്. ഈ രാസസന്ദേശങ്ങളെ കെമിക്കൽ മെസ്സേജിങ് എന്നത് ഇന്ന് മനുഷ്യൻ പോലും ഉപയോഗിക്കുവാൻ പഠിച്ചു കഴിഞ്ഞിട്ടില്ലാത്ത സങ്കീർണമായ വിദ്യയാണ്. എങ്ങനെയാണ് ഉറുമ്പുകൾക്ക് ഈ വിദ്യ മനസ്സിലായത്? ഉറുമ്പുകൾ എങ്ങനെയാണ് ഇത് പഠിച്ചത്? നമ്മുടെ കുട്ടികളോട് 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികളോട് ഒരു ഹെക്സഗൺ വരക്കാൻ പറഞ്ഞാൽ, ഒരു ഷഡ്ഭുജം വരക്കാൻ പറഞ്ഞാൽ കുട്ടികൾ എന്താ പറയുക? സ്കെയിൽ വേണം, പ്രൊട്രാക്ടർ വേണം, കോണ് വേണം, പിന്നെ കോമ്പസ് വേണം എന്നെല്ലാം പറയും. എന്നിട്ടൊരു സമഭുജ ഷഡ്ഭുജം വരക്കാൻ പറഞ്ഞാൽ അതെല്ലാം ഉപയോഗപ്പെടുത്തി വരച്ചാൽ തന്നെ കുട്ടി വരച്ചതിൽ ചെറിയ തെറ്റുകൾ ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ അതിസൂക്ഷ്മ ജീവികളായ തേനീച്ചകളെ നമ്മൾ നോക്കുക. ആ തേനീച്ചകൾ അവയുടെ കൂട് നിർമ്മിക്കുന്നത് ഹെക്സഗണലായിട്ടാണ്. ഷഡ്ഭുജാകൃതിയിൽ കൂട് നിർമ്മിക്കുന്ന തേനീച്ച കൂട്ടിലെ ഒരു ഹെക്സഗണിന്റെ അളവിന് പോലും ഒരല്പം ചെറിയ വ്യത്യാസം പോലുമില്ല, ഒരു ചെറിയ തെറ്റുപോലുമില്ല. ആരാണ് ഇത്ര കൃത്യമായി ഹെക്സഗൺ വരക്കാൻ ഈ തേനീച്ചയെ പഠിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം പരിശുദ്ധ ഖുർആൻ നൽകുന്നുണ്ട്. റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, അഥവാ എല്ലാറ്റിനെയും സൃഷ്ടിക്കുകയും അവക്കാവശ്യമായ മാർഗദർശനം നൽകുകയും ചെയ്തവനാണ് സൃഷ്ടികർത്താവായ അല്ലാഹു എന്ന ഉത്തരം.
ഈ മാർഗദർശനം നമുക്ക് ചുറ്റുപാടും കാണുമ്പോൾ അവയോട് അന്ധത നടിച്ചുകൊണ്ടല്ലാതെ സ്രഷ്ടാവിനെ നിഷേധിക്കാൻ നമുക്ക് സാധിക്കുമോ? നാം ചിന്തിക്കുക, നമ്മൾ പലപ്പോഴും കാണാറുള്ള വ്യത്യസ്ത കാലാവസ്ഥാ മാറ്റത്തിനനുസരിച്ച് നമ്മുടെ ചുറ്റും വരാറുള്ള കിളികളെ ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മൾ? പക്ഷികൾ. ആ പക്ഷികൾ ദേശാന്തര ഗമനം നടത്തിപ്പോകുന്നു, വരുന്നു. ആ ദേശാന്തര ഗമനത്തിന്റെ കാര്യത്തിൽ അവക്കുള്ള കൃത്യത അത്ഭുതപ്പെടുത്തുന്നതാണ്. ഏറ്റവും ദൂരം ദേശാന്തര ഗമനം നടത്തുന്ന പക്ഷിയായി ആർട്ടിക് ടേണിനെയാണ് അറിയപ്പെടുന്നത്. ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലേക്ക് ഉഷ്ണകാലത്തും അന്റാർട്ടിക്കിൽ നിന്ന് ആർട്ടിക്കിലേക്ക് ശൈത്യകാലത്തും ദേശാന്തര ഗമനം നടത്തുന്ന പക്ഷി. 18,000 കിലോമീറ്റർ ദൂരമാണ് അവ ദേശാന്തര ഗമനം നടത്തുന്നത്. ഇങ്ങനെ 18,000 കിലോമീറ്റർ പോയി ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലെത്തി അവിടെ മുട്ടയിട്ട് കുഞ്ഞിനെ വിരിയിച്ച് തിരിച്ചു പറക്കുമ്പോൾ മുന്നിൽ പറക്കുന്നത് വിരിഞ്ഞ കുഞ്ഞാണ് എന്നും ആ പറക്കുന്ന കുഞ്ഞ് തള്ളപ്പക്ഷി ആർട്ടിക്കിലെ ഏതൊരു സ്ഥലത്ത് നിന്നാണോ ഏതൊരു മരത്തിൽ നിന്നാണോ തൻ്റെ യാത്ര തുടങ്ങിയത് അതേ മരത്തിൽ തന്നെ തിരിച്ചെത്തുന്നു എന്നുമുള്ള വസ്തുത പക്ഷിശാസ്ത്രജ്ഞന്മാരെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു. അവർ ചോദിക്കുന്നു, എങ്ങനെയാണ് ഈ പക്ഷികൾക്ക് കൃത്യമായി അറിവ് കിട്ടിയത് എന്ന്. അതിന് പരിശുദ്ധ ഖുർആൻ ഉത്തരം നൽകുന്നു. റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. പടച്ചവരാണ് അവക്ക് മാർഗദർശനം നൽകിയത് എന്ന്. ഈ മാർഗദർശനത്തെ അവഗണിക്കുവാൻ നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? ഒരിക്കലുമില്ല. നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിയാലും നമുക്ക് ഈ മാർഗദർശനം കാണാൻ കഴിയും, എല്ലായിടത്തും കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് മതം പറയുന്നത്, ഇസ്ലാം വളരെ കൃത്യമായി പറയുന്നത്, ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളിലൂടെ കണ്ണോടിക്കുന്ന മനുഷ്യന് സട്ടാവിനെ ഒരിക്കലും നിഷേധിക്കാൻ സാധ്യമല്ല എന്ന്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. തീർച്ചയായും രാപ്പകലുകളുടെ മാറി മാറിയുള്ള ആഗമനത്തിലും അതേപോലെ തന്നെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുമെല്ലാം ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ചിന്ത ഉപയോഗപ്പെടുത്തിയാൽ അത് ശാസ്ത്രജ്ഞനാണെങ്കിലും സാധാരണക്കാരനാണെങ്കിലും അവക്കൊരേപോലെ സൃഷ്ടികർത്താവിന്റെ അസ്തിത്വത്തെ അറിയാൻ, മനസ്സിലാക്കുവാൻ, അവനെ നിഷേധിക്കാതെ അവന്റെ നിയമങ്ങൾക്ക് കീഴൊതുങ്ങാൻ കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം.